ല്ലോ ഞങ്ങൾ ആഗ്രഹിച്ചു. അവർ അന്ന് പുതിയതായി എത്തിയതല്ലേ, പുതുതായി മദീനയിൽ എത്തിയവരല്ലേ. ഇന്നെങ്കിലും ഒരു ദിവസം ഞങ്ങൾ കിട്ടുമല്ലോ ഞങ്ങൾ ആഗ്രഹിച്ചു. അതുകൊണ്ട് ഉപ്പ വരട്ടെ എന്ന് പറഞ്ഞു. അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ല, നിങ്ങൾ ഭക്ഷണം കഴിക്ക്, നേരം വൈകിയാൽ പിന്നെ എന്നോടായിരിക്കും ഉപ്പ ചൂടാകുക, ഞാനത് കേൾക്കേണ്ടി വരും, നിങ്ങൾ കഴിക്ക്, ഞങ്ങൾ ഉപ്പ വന്നിട്ട് കഴിച്ചോളാം. പിന്നെ അവർ പറഞ്ഞു. ഏകദേശം ഉപ്പ വരാനായി എന്ന് കണ്ടപ്പോൾ അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹു പതുക്കെ അവരിൽ നിന്ന് അങ്ങോട്ട് മാറി ഒരു ഭാഗത്തേക്ക്. പെട്ടെന്ന് തന്നെ ഉപ്പ വരുമ്പോൾ ഉപ്പാനെ ദേഷ്യം പിടിപ്പിക്കണ്ടെന്ന് കരുതിയിട്ടൊന്ന് മാറിയതാണ്, മറ്റൊരു ഭാഗത്തേക്ക് മാറി. നമ്മുടേതല്ലാത്ത കാരണത്തിന് വേണ്ടി അങ്ങനെ ചൂടാകുന്നൊരു വിഷയം വന്നാൽ അങ്ങനെ മാറി നിൽക്കാമെന്നും ആ ഹദീസിൽ നിന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ തെളിവെടുത്ത് പഠിപ്പിക്കുന്നുണ്ട്. അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹു അങ്ങോട്ട് മാറി നിന്നു. അബൂബക്കർ റളിയല്ലാഹു അൻഹു വീട്ടിലെത്തി. ചോദിച്ചു, നിങ്ങൾ ഭക്ഷണം കഴിച്ചില്ലേ? ഇല്ല, ഞങ്ങള് നിങ്ങളെ കാത്തിരിക്കുന്നു. ഇവര് പറഞ്ഞു, നിങ്ങളെ കാത്തിരിക്കുന്നു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ ഭക്ഷണം കഴിച്ചല്ലോ, എനിക്ക് ഭക്ഷണമൊന്നും വേണ്ട. എന്നാ പിന്നെ ഞങ്ങൾക്കും വേണ്ട എന്നാണ് അവര്. നിങ്ങൾക്ക് ഭക്ഷണം വേണ്ടെങ്കിൽ ഞങ്ങൾക്കും വേണ്ട, നിങ്ങളെ കൂടെ ഭക്ഷണം കഴിക്കാൻ ആഗ്രഹിച്ചിട്ടല്ലേ ഞങ്ങൾ ഇത്രയും നേരം കാത്തിരുന്നത്. അപ്പ വിളിച്ചു, അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹു വിളിച്ചു, അബ്ദുറഹ്മാനെ, നല്ല ഒരു ചൂടൻ പേര് കൊണ്ടൊക്കെ വിളിച്ചു, യാ ഉംദറു, പേര് വിളിച്ചു, നല്ല ദേഷ്യത്തോടെ വിളിച്ചു. പക്ഷേ അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹു മിണ്ടിയില്ല. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്റെ ശബ്ദം നീ കേൾക്കുന്നുണ്ട് എന്ന് എനിക്കറിയാം, കുറച്ച് കഴിഞ്ഞിട്ട് നീ ഇങ്ങോട്ട് വരുമല്ലോ, ഇങ്ങോട്ട് വാ, ബാക്കി ഞാനപ്പ പറഞ്ഞുതരാം. ഉപ്പ അങ്ങനെ ദേഷ്യപ്പെടുന്നത് തൻ്റെതല്ലാത്ത കാരണത്തിന് വേണ്ടിയാണെങ്കിൽ ക്ഷമിക്കുന്നത് വരെ മൗനം പാലിക്കാമെന്നും മഹാന്മാര് പഠിപ്പിക്കുന്നുണ്ട്. അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹു അതിൽ കുറ്റക്കാരനല്ലല്ലോ. ഭക്ഷണം കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്, ഉമ്മ നേരത്തെ പാചകം ചെയ്തിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്, സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കുറച്ചു നേരമൊക്കെ ഗൗരവത്തോടെ നിന്നെങ്കിലും പിന്നെ മഹാനവറുകൾ പറഞ്ഞു, നേരത്തെ പറഞ്ഞതെല്ലാം വിട്ടേക്കൂ, അതെല്ലാം ഒഴിവാക്കൂ, നിങ്ങൾ ഇരിക്കൂ, നമുക്ക് ഭക്ഷണം കഴിക്കാം. ഈ അതിഥികളോടൊപ്പം സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇരുന്നു. ഭക്ഷണം കഴിച്ചു തുടങ്ങി. അവരതാ ഭക്ഷണം കഴിക്കാൻ ഓരോ ഭാഗത്തിനും ഓരോ പിടി ഇങ്ങനെ എടുക്കുമ്പോ മാ അഖദ ലുഖ്മതൻ ഇല്ലാ റബാ മിൻ അസ്ഫലിഹാ അക്സറു മിൻഹാ. ഒരൊറ്റ പിടി ഇങ്ങനെ പാത്രത്തിൽ നിന്ന് എടുക്കുമ്പോ അതിനേക്കാൾ അധികം അവിടെ എങ്ങനെ കൂടി വരുന്നു. ഒരു പിടി എടുത്താൽ അവിടെ 2 പിടി അധികം വരുന്നു. 2 പിടി ഭക്ഷണം എടുക്കുമ്പോ അവിടെ അതാ 3 പിടി ഭക്ഷണം വരുന്നു. വർധനവ് ഇങ്ങനെ നേർക്ക് നേരെ കാണുകയാണ്. എടുക്കുന്നതിനനുസരിച്ച് ഭക്ഷണം ഇങ്ങനെ കൂടി കൂടി വരുന്നു.